വെൽക്കം ടു എക്സാം പോയിന്റ്. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? ഹാപ്പി ആണല്ലോ അല്ലേ എല്ലാവരും? അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ക്ലാസ് 10 സോഷ്യൽ സയൻസ് പാർട്ട് 1 9th ലെസൺ ആണ്. ദ സ്റ്റേറ്റ് ആൻഡ് പൊളിറ്റിക്കൽ സയൻസ്. അതായത് രാഷ്ട്രവും രാഷ്ട്രതന്ത്ര ശാസ്ത്രവും ആണ് പഠിക്കാൻ പോകുന്നത്. ഇതിൽ നമ്മൾ മെയിനായിട്ട് പഠിക്കുന്നത് സ്റ്റേറ്റ് എന്താണെന്നും ഫങ്ഷൻ ഓഫ് സ്റ്റേറ്റ്, ഒറിജിൻ ഓഫ് സ്റ്റേറ്റ്, അതുപോലെ പൊളിറ്റിക്കൽ സയൻസിനെ കുറിച്ചാണ് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് പഠിക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം വാട്ട് ഈസ് സ്റ്റേറ്റ് എന്താണെന്ന് നോക്കാം. എ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ റിസൈഡിങ് പെർമനൻ്റ്ലി വിതിൻ എ പർട്ടിക്കുലർ ടെറിട്ടറി വിത്ത് എ സോവറിൻ ഗവൺമെൻറ് ഈസ് കോൾഡ് സ്റ്റേറ്റ്. ഒരു സ്റ്റേറ്റിൽ എന്തൊക്കെ ഉണ്ടായിരിക്കും? അതായത് ഒരു ഫിക്സഡ് ടെറിട്ടറിക്കുള്ളിൽ, നമ്മുടെ ഇന്ത്യ എടുക്കുകയാണെങ്കിൽ ഇന്ത്യയുടെ ഒരു ഫിക്സഡ് ബോർഡർ ഉണ്ട് അല്ലേ, അതിൻ്റെ ഉള്ളിലുള്ള ഏരിയയാണ് എന്ത് പറയുക, ടെറിട്ടറി എന്ന് പറയുന്നത്. അതായത് ഒരു ടെറിട്ടറിക്കുള്ളിൽ അധിവസിക്കുന്ന ജനങ്ങൾ, അതുപോലെ തന്നെ അവിടെ ഒരു പരമാധികാരമുള്ള ഒരു ഗവൺമെൻറ് കൂടി ഉൾപ്പെടുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുക, സ്റ്റേറ്റ് എന്ന് പറയുക. നോക്കിയേ, ഒരു നിശ്ചിത ഭൂപ്രദേശത്ത് സ്ഥിരമായി അധിവസിക്കുന്നവരും പരമാധികാരമുള്ള ഗവൺമെൻറ്റോട് കൂടിയതുമായ ഒരു ജനതയാണ് നമ്മൾ എന്ത് പറയുക, സ്റ്റേറ്റ് എന്ന് പറയുന്നത്. ദ ബേസിക് ഫാക്ടേഴ്സ് ഓഫ് സ്റ്റേറ്റ് ഫ്രം ദ എബൌട്ട് ഡെഫിനേഷൻ. എന്തൊക്കെ കൂടുമ്പോഴാണ് ഒരു സ്റ്റേറ്റ് ഉണ്ടാവുന്നത്? പോപ്പുലേഷൻ, ടെറിട്ടറി, സോവർണിറ്റി ആൻഡ് ഗവൺമെൻറ്. ഓക്കെ, ഈ 4 ഫാക്ടേഴ്സാണ് മെയിനായിട്ട് സ്റ്റേറ്റിൽ. എന്താ ഈ പോപ്പുലേഷൻ എന്ന് പറയുന്നത്? ജനസംഖ്യ അല്ലേ. ഈ ജനസംഖ്യ എന്താ, ഒരു തീരെ കുറവ് ജനസംഖ്യയും അതുപോലെ കൂടുതൽ ജനസംഖ്യയും ഒരു സ്റ്റേറ്റിന്, നല്ലൊരു സ്റ്റേറ്റിന് ഗുണകരമായിരിക്കില്ല. എന്തുകൊണ്ട്? നമുക്ക് പോപ്പുലേഷൻ കുറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ, അതായത് ഹ്യൂമൻ റിസോഴ്സസ് കുറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ ആ സ്റ്റേറ്റിന് നല്ലൊരു ഡെവലപ്മെൻറ്റ് ഉണ്ടാവുന്നില്ല അല്ലേ. അതുപോലെ പോപ്പുലേഷൻ കൂടുകയാണെങ്കിലോ, പോപ്പുലേഷൻ കൂടുതലുള്ള സ്റ്റേറ്റിന്, ഇപ്പം നമുക്കറിയാം ഇന്ത്യ, ചൈന, ഈ സ്റ്റേറ്റ് എല്ലാം എന്താ കൂടുതൽ പോപ്പുലേഷനുള്ളതാണ്. നമ്മുടെ രാജ്യമാണ്, ഇന്ത്യയാണ് പോപ്പുലേഷനിൽ ഇപ്പോൾ അറ്റ് പ്രസൻറ്റ് നമ്പർ 1 നിൽക്കുന്നത് ഇന്ത്യയാണ് അല്ലേ. പോപ്പുലേഷൻ കൂടുമ്പോൾ എന്താ സംഭവിക്കുക? അത്രയും റിസോഴ്സസ് കൂടുതലായിട്ട് വേണം. ആളുകൾക്ക് കൂടുതൽ റിസോഴ്സസ് എത്തിക്കേണ്ടത് ഗവൺമെൻറ്റിൻ്റെ ഡ്യൂട്ടിയാണ്. ഇതൊക്കെയാണ് നമ്മളെ പോവർട്ടിയിലേക്ക് ലീഡ് ചെയ്യുന്നത്. ഇനി പോപ്പുലേഷൻ കുറഞ്ഞാലോ, നമുക്കറിയാം കാനഡ പോലെയുള്ള രാഷ്ട്രങ്ങൾ, അതുപോലെ ന്യൂസിലൻഡ്, ഇവിടെയെല്ലാം പോപ്പുലേഷൻ കുറവാണ്. പോപ്പുലേഷൻ കുറയുമ്പോൾ സംഭവിക്കുന്നത് എന്താ? ഹ്യൂമൻ റിസോഴ്സസിൻ്റെ ഒരു അതായത് പോപ്പുലേഷൻ കുറയുമ്പോൾ അവിടെ ഹ്യൂമൻ റിസോഴ്സസ് ആണ് കുറയുന്നത്. അവിടെ രാജ്യത്തിന് വികസനത്തിന് അവിടെ വർക്ക് ചെയ്യാൻ ഇനഫ് ഹ്യൂമൻ റിസോഴ്സസ് ഇല്ലാതെ വരുന്നു. അതും ആ രാജ്യത്തിൻ്റെ ഒരു ഡെവലപ്മെൻറ്റിനെ വളരെയധികം ബാധിക്കുന്ന ഒരു കണ്ടീഷനാണ്. അതുപോലെ തന്നെ ടെറിട്ടറി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സ്റ്റേറ്റിന് ഒരു ഫിക്സഡ് ടെറിട്ടറി ഉണ്ട്. ഇപ്പോൾ നമ്മൾ ഓൾറെഡി മെൻഷൻ ചെയ്തു അല്ലേ. ടെറിട്ടറി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മളുടെ ഇന്ത്യ എടുക്കുക. ഇന്ത്യ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ആ ഒരു മാപ്പിൻ്റെ ഔട്ട്ലൈനൊക്കെ വരുന്നുണ്ടല്ലോ. അവിടെ ഒരു ഫിക്സഡ് ബൗണ്ടറി, ആ ബൗണ്ടറിക്കുള്ളിൽ ഒരു നിശ്ചിത ഏരിയ ഉണ്ട്. ലാൻഡ് ഏരിയ മാത്രമല്ല, വാട്ടർ ബോഡീസും അതുപോലെ തന്നെ ലാൻഡ് ഏരിയ, അതുപോലെ നമ്മുടെ എയർ സ്പേസ് എല്ലാം കൂടി ഉൾപ്പെടുന്നതിനെയാണ് നമ്മൾ ടെറിട്ടറി എന്ന് പറയുന്നത്. ഇനി സോവർണിറ്റി, ഒരു പരമാധികാരമുള്ള ഗവൺമെൻറ്റും കൂടി കൂടണം അല്ലേ. അപ്പോൾ ഇവ 4 ഫാക്ടേഴ്സും കൂടി കൂടുമ്പോഴാണ് എന്തുണ്ടാവുന്നത്, ഒരു സ്റ്റേറ്റ് ഉണ്ടാവുന്നത്. ഓക്കെ, അല്ലെങ്കിൽ ഒരു രാഷ്ട്രത്തിന് വേണ്ട 4 ഫാക്ടേഴ്സ് ഇതെല്ലാമാണ്. ഇനി നമുക്ക് നോക്കാം. ദ ടേം സ്റ്റേറ്റ് വാസ് ഫസ്റ്റ് കോയിൻഡ് ബൈ ദ വെസ്റ്റേൺ ഫിലോസഫിയർ നിക്കോളോ മാക്വേലി. നോക്കിക്കേ, രാഷ്ട്രം എന്ന പദം ആദ്യമായിട്ട് ഉപയോഗിച്ചത് ആരാ നോക്കിക്കേ? നിക്കോളോ മാക്വെല്ലിയാണ് ഫസ്റ്റ് ആ ടേം ഇൻട്രൊഡ്യൂസ് ചെയ്തത്. സ്റ്റേറ്റ് എന്ന ടേം ഇൻട്രൊഡ്യൂസ് ചെയ്തത് നിക്കോളോ മാക്വെല്ലിയാണ്. അദ്ദേഹത്തിൻ്റെ പിക്ചറാണ് നിങ്ങളിവിടെ കാണുന്നത്, മറന്നു പോകരുത് കേട്ടോ. അത് 1 മാർക്കൊക്കെ ആയിട്ട് ചോദിക്കാൻ ചാൻസസ് ഉണ്ട്. ഓക്കെ, ഇനി നമുക്ക് നോക്കാം നെക്സ്റ്റ് പോപ്പുലേഷൻ അല്ലേ, ജനസംഖ്യ. Population is an indispensable factor in the formation of a state. അതായത് ഒരു സ്റ്റേറ്റിന് അത്യാവശ്യം പോപ്പുലേഷൻ ഇല്ലെങ്കിൽ ഒരു സ്റ്റേറ്റ് ഉണ്ടോ അല്ലേ. ഏറ്റവും അനിവാര്യമായ ഘടകമാണ് ജനസംഖ്യ എന്ന് പറയുന്നത്. For the existence of a state, the people should live unitedly with a mutual understanding, interdependence and common public interest.
എന്തൊക്കെയാന്ന് നോക്കിക്കേ. അവിടെ ഒരു പരസ്പര ധാരണ വേണം, പരസ്പര ആശ്രയത്വം വേണം, പൊതു താല്പര്യം വേണം. എന്നിവയൊക്കെ അടിസ്ഥാനമാക്കിയാണ് ജനങ്ങൾ ഒത്തൊരുമയോടെ പ്രവർത്തിക്കേണ്ടത്. അപ്പോൾ ഒരു നല്ല രാഷ്ട്രത്തിന് ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങിലുള്ളൊരു ജനങ്ങൾ തമ്മിലൊരു പരസ്പര അണ്ടർസ്റ്റാൻഡിങ് വേണം. ഒരു നല്ല രാഷ്ട്രമായി മാറുന്നത് എങ്ങനെയാണ്? ഓരോ പൗരന്മാർക്കും ഈ രാഷ്ട്രത്തോടൊരു കടമയുണ്ട് അല്ലേ? ആ കടമകൾ കൃത്യമായി നിർവഹിക്കുമ്പോൾ ആണ് നമ്മൾ ഒരു നല്ലൊരു രാഷ്ട്രത്തെ കെട്ടിപ്പടുക്കാനായിട്ട് സാധിക്കുക. അതിനു വേണ്ടിയുള്ള എല്ലാ സപ്പോർട്ടും, അതായത് ജനങ്ങൾക്ക് വേണ്ടി ആവശ്യമുള്ള റൈറ്റ്സ്, അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റാനുള്ള എല്ലാ സപ്പോർട്ടും ഗവൺമെൻറ്റും ചെയ്തു കൊടുക്കുമ്പോഴാണ് നമുക്ക് ഒരു നല്ല സ്റ്റേറ്റ് അല്ലെങ്കിൽ ഒരു നല്ല രാഷ്ട്രം കെട്ടിപ്പടുക്കാനായിട്ട് സാധിക്കുക. ഒരു നല്ല രാഷ്ട്രത്തിന് അനിവാര്യമായ ഘടകം എന്ത് തന്നെയാണ്? ജനങ്ങൾ തന്നെയാണ്, പോപ്പുലേഷൻ തന്നെയാണ്. ഓക്കെ. ആൻഡ് ഇതുപോലെ തന്നെ പോപ്പുലേഷൻ എപ്പോഴും ആ ഒരു ഫാക്റ്റോടെ ഓർത്തിരിക്കുക. എപ്പോഴും ഒരു രാഷ്ട്രത്തിന് ന്യൂട്രൽ പോപ്പുലേഷൻ, തീരെ കുറവും പാടില്ല അധികവും പാടില്ല, അങ്ങനെയുള്ളൊരു പോപ്പുലേഷനാണ് ഏറ്റവും അനിവാര്യമായിട്ടുള്ളത് ഒരു രാജ്യത്തിന്. അടുത്ത് നോക്കി, ദർ ഇസ് നോ സ്റ്റേറ്റ് വിത്തൗട്ട് പീപ്പിൾ. അതായത് ആളുകളില്ലാതെ എന്ത് സ്റ്റേറ്റ് അല്ലേ? ആളുകളില്ലാണ്ട് രാഷ്ട്രമില്ല. However, the minimum and maximum number of people of country are not fixed. ഒരു രാജ്യത്ത് എത്ര മിനിമം നമ്പർ ഓഫ് ജനസംഖ്യ അല്ലെങ്കിൽ മാക്സിമം എത്ര ആളുകൾ വേണം എന്നൊന്നും തിട്ടപ്പെടുത്തിയിട്ടില്ല, നിശ്ചയിക്കപ്പെട്ടിട്ടില്ല. പക്ഷേ പോപ്പുലേഷൻ വിച്ച് ഈസ് ടു മച്ച് ഓർ ടു ലെസ് ഈസ് നോട്ട് ഗുഡ് ഫോർ എ സ്റ്റേറ്റ്. വളരെയധികം പോപ്പുലേഷനും വളരെ കുറവ് പോപ്പുലേഷനും ആ സ്റ്റേറ്റിന് നല്ലതല്ല. എന്തുകൊണ്ടാണ്? ഏറ്റവും കൂടുതൽ പോപ്പുലേഷൻ ഉണ്ടെങ്കിൽ അത്രയ്ക്ക് റിസോഴ്സസ് ആളുകളിലേക്ക് എത്തിക്കേണ്ടതായിട്ട് ഗവൺമെൻറ്റിന് വരും. എല്ലാ തലത്തിലും ഫുഡ്, ഷെൽട്ടർ, അതുകൊണ്ട് ട്രാവലിംഗ് ഫെസിലിറ്റീസ്, ഹെൽത്തിന് വേണ്ടിയുള്ള കാര്യങ്ങൾ, ഇതെല്ലാം ഗവൺമെൻറ് ചെയ്തു കൊടുക്കേണ്ടതായിട്ട് വരും. പോപ്പുലേഷൻ കൂടുന്തോറും ഇത് ആളുകളിലേക്ക് ഒരു പ്രോപ്പർ ഇമ്പാക്റ്റോട് കൂടി എത്തുകയില്ല അല്ലേ? അതൊക്കെ എന്തിലേക്ക് നയിക്കും? പോവർട്ടിയിലേക്ക് നയിക്കും. അതുകൊണ്ട് പോപ്പുലേഷൻ കൂടുന്നതും വളരെ അഡ്വേഴ്സ് എഫക്റ്റ് ആയിരിക്കും. തീരെ കുറഞ്ഞു പോയാലോ, ഹ്യൂമൻ റിസോഴ്സസ് ഇല്ലെങ്കിലോ, ഇപ്പോൾ നമുക്ക് കാനഡയിലൊക്കെ ഒത്തിരി ആളുകൾ പോകുന്നത് എന്തുകൊണ്ടാണ്? അവിടെ ആളുകൾ പോപ്പുലേഷൻ വളരെ കുറവാണ് അല്ലേ? അപ്പോൾ ആ രാജ്യത്തിൻ്റെ വികസനത്തിന് എന്ത് വേണം? ഹ്യൂമൻ റിസോഴ്സസ്, ആളുകളുടെ ഒരു വർക്കിംഗ് എഫിഷ്യൻസി അവിടെ ഉണ്ടെങ്കിലേ ആ രാജ്യം പ്രോപ്പറായിട്ട് ഡെവലപ്മെൻറ്റിലേക്ക് വരുള്ളൂ. അതും തീരെ കുറഞ്ഞു പോയാലും രാജ്യത്തിന് നല്ലതല്ല. ഓക്കെ, ഇനി നമുക്ക് നോക്കാം ടെറിട്ടറി. എ സ്റ്റേറ്റ് ഷുഡ് ഹാവ് ആൻ എക്സാക്ട് ടെറിട്ടറി വിത്ത് എ ക്ലിയർ കട്ട് ബൗണ്ടറി. ഓക്കെ, അതായത് ഒരു ടെറിട്ടറി എന്ന് പറയുന്നത് അവിടെ ഒരു എക്സാക്റ്റ് ഒരു നിശ്ചിത ബൗണ്ടറി ഉണ്ടായിരിക്കണം. അതിൻ്റെ ഉള്ളിലുള്ള ഏരിയനെയാണ് ടെറിട്ടറി എന്ന് പറയുന്നത്. The state is formed when people settle permanently in a particular territory. ഒരു സ്റ്റേറ്റ് എന്ന് പറയുന്നത് ആ ടെറിട്ടറിക്കുള്ളിൽ പെർമനൻ്റ് ആയിട്ട് സ്ഥിരമായിട്ട് താമസിക്കുന്ന ആളുകൾ ഉണ്ടാകുമ്പോഴേ അത് അവിടെ ഒരു സ്റ്റേറ്റ് ഫോർമേഷൻ നമുക്ക് പറയാൻ സാധിക്കുകയുള്ളൂ. The state should have complete control over its ടെറിട്ടറി. അതായത് രാഷ്ട്രത്തിന് പൂർണ്ണമായ നിയന്ത്രണം ഉണ്ടായിരിക്കണം എന്തിൻ്റെ മേൽ? ടെറിട്ടറിയുടെ മേൽ. അപ്പോൾ ടെറിട്ടറി എന്ന് പറയുമ്പോൾ നോക്കുക, ഒരു ഫിക്സഡ് ബൗണ്ടറി, ലാൻഡ് ഏരിയ, അതുകൂടാതെ നോക്കിക്കേ, ദ ലാൻഡ് ഏരിയ, വാട്ടർ ബോഡീസ്, കോസ്റ്റൽ ഏരിയ ആൻഡ് ഏറിയൽ സ്പേസസ് വിതിൻ ദ ബൗണ്ടറീസ് ആർ ദ പാർട്ട് ഓഫ് ടെറിട്ടറി. ഇതെല്ലാം ഉൾക്കൊള്ളുന്നതിനെയാണ് ടെറിട്ടറി എന്ന് പറയുന്നത്. എന്തൊക്കെ വേണം? ഒരു ഫിക്സഡ് ലാൻഡ് ഏരിയ വേണം, വാട്ടർ ബോഡീസ് വേണം. അതുവേണം, ഇപ്പോൾ ഫിക്സഡ് ബൗണ്ടറിക്ക് ഉള്ളിലുള്ള നമുക്ക് വാട്ടർ ബോഡീസ് അറിയാം. അതുപോലെ ഒരു രാജ്യത്തിൻ്റെ ചുറ്റുപാടും ഏകദേശം 12 കിലോമീറ്റർ ചുറ്റളവിൽ കിടക്കുന്നത് അങ്ങനെ വാട്ടർ ബോഡീസ് എല്ലാം ആ രാജ്യത്തിൻ്റെ ഭാഗമാണ്. ആ റിസോഴ്സസും ആ രാജ്യത്തിന് ഉപയോഗിക്കാനുള്ള അവകാശമുണ്ട്. അതുപോലെ കോസ്റ്റൽ ഏരിയ, ഏറിയൽ സ്പേസ്. ഏറിയൽ സ്പേസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇപ്പോൾ പാകിസ്ഥാൻ്റെ ഒക്കെ എയറോപ്ലെയിൻ നമ്മുടെ ഇന്ത്യയുടെ ഒരു ഫിക്സഡ് ബൗണ്ടറി വരെ വരാവുള്ളൂ എന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് വരണമെങ്കിൽ നമ്മുടെ രാജ്യത്തിൻ്റെ പെർമിഷൻ ചോദിക്കണം. അതുപോലെ തന്നെ തിരിച്ചും നമ്മുടെ ഇന്ത്യയുടെ എയറോപ്ലെയിൻ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ
പാകിസ്ഥാനിലേക്ക് പോകുന്നെങ്കിലും അവർക്കും ഒരു എയർ സ്പേസ് അവിടെ പറഞ്ഞിട്ടുണ്ട്. അത് കഴിഞ്ഞ് പോവാനായിട്ടുള്ള ഒരു പെർമിഷൻ ഇല്ല. പെർമിഷൻ വേണമെങ്കിൽ അവരുടെ അനുവാദം ചോദിക്കേണ്ടതായിട്ട് വരും. ഇപ്പം ക്ലിയർ ആയല്ലോ? ഒരു ടെറിട്ടറി എന്ന് പറയുന്നത് ഇതെല്ലാം ഉൾക്കൊള്ളുന്നതാണ്. അല്ലാണ്ട് വെറും ലാൻഡ് ഏരിയ മാത്രമല്ല, വാട്ടർ ബോഡീസ് ഉണ്ട്, കോസ്റ്റൽ ഏരിയ ഉണ്ട്, അതുപോലെ തന്നെ എയർ സ്പേസ് ഉണ്ട്. ഇവയെല്ലാം കൂടി കൂടുന്നതിനെയാണ് അവിടെ കുറേ ആളുകളുടെ ജനസംഖ്യ അല്ലേ, ജനങ്ങൾ സ്ഥിരമായി താമസിക്കുകയും ചെയ്യുന്നത്. ഇതെല്ലാം കൂടി കൂടുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുക, ടെറിട്ടറി എന്ന് പറയുന്നത്. ക്ലിയർ ആയല്ലോ അല്ലേ അവിടെ? ഇപ്പം നോക്കിയേ, ഈ ഇന്ത്യയുടെ പിക്ചർ നോക്കിക്കേ. എന്താ ടെറിട്ടറി എന്ന് പറഞ്ഞാൽ? ഇവിടെ നമുക്ക് ഇന്ത്യയുടെ ഈ ഔട്ട്ലൈൻ കാണാം അല്ലേ. ഒരു ഫിക്സഡ് ബൗണ്ടറീസ് ഉണ്ട് നമ്മുടെ ഇന്ത്യക്ക്. ഓക്കെ, അതിൻ്റെ ഉള്ളിലുള്ള ലാൻഡ് ഏരിയാസ് കണ്ടോ, ലാൻഡ് ഏരിയ, ഇതിൻ്റെ ഉള്ളിൽ വാട്ടർ ബോഡീസ് ഉണ്ട്. അതുപോലെ തന്നെ ഇന്ത്യയുടെ മേളിലായിട്ട് നമ്മൾ എയർ സ്പേസിൻ്റെ കാര്യം പറഞ്ഞു. ഇനി ഈ ബൗണ്ടറിക്ക് ചുറ്റും, അതായത് ബൗണ്ടറിക്ക് ചുറ്റും ഏകദേശം 12 കിലോമീറ്റർ ചുറ്റളവിലുള്ള വാട്ടർ ബോഡീസിലെ റിസോഴ്സസും ആർക്ക് ഉപയോഗിക്കാം? ആ രാജ്യത്തിന് ഉപയോഗിക്കാനുള്ള അവകാശമുണ്ട്. ഇതെല്ലാം കൂടി പറയുന്നതാണ് ടെറിട്ടറി എന്ന് പറയുന്നത്. നോക്കിയേ, ഇന്ത്യയിലെ ഏകദേശമുള്ള ടെറിട്ടറിയുടെ ഒരു ഇത് പറഞ്ഞിരിക്കുന്ന എത്രയാന്ന് നോക്കിക്കേ. 32,87,263 കിലോമീറ്റർ സ്ക്വയറിലാണ് നമ്മുടെ ടോട്ടൽ ടെറിട്ടറി കിടക്കുന്നത്. അതുപോലെ ബോർഡർ ലാൻഡ് 15,200 കിലോമീറ്ററിലാണ് നമ്മുടെ ഒരു ബോർഡർ ലൈൻസ് വ്യാപിച്ച് കിടക്കുന്നത്. കോസ്റ്റൽ ഏരിയ വരുന്നത് നോക്കിക്കേ, എത്രയാന്ന് നോക്കിക്കേ. 77,516.5 കിലോമീറ്റർ. ഇത്രയാണ് കോസ്റ്റൽ ഏരിയ സ്പ്രെഡായിട്ട് കിടക്കുന്നത്. ക്ലിയർ ആയല്ലോ അല്ലേ? ഇനി നമുക്ക് നോക്കാം ഗവൺമെൻറ്. നെക്സ്റ്റ് എന്താണ് ഒരു ഗവൺമെൻറ് എന്ന് പറയുന്നത് എന്താണെന്ന് നോക്കാം. ഗവൺമെൻറ് ഈസ് ആൻ അൺഅവോയ്ഡബിൾ കോൺസ്റ്റിറ്റ്യുവൻ്റ് ഓഫ് എ സ്റ്റേറ്റ്. ഒരു ഒഴിവാക്കാൻ, ഒരു കോൺസ്റ്റിറ്റ്യുവൻറ്റിന്, രാഷ്ട്രത്തിന് അനിവാര്യമായ ഘടകമാണ് ഗവൺമെൻറ്. ഗവൺമെൻറ് ഇല്ലെങ്കിൽ രാഷ്ട്രമുണ്ടോ? ഇല്ല അല്ലേ? ഒരു ഗവൺമെൻറ് ഏറ്റവും അത്യാവശ്യമായ ഫാക്റ്റാണ് ഒരു രാഷ്ട്രത്തിന്. അതുപോലെ ഓൺ ബിഹാഫ് ഓഫ് ദ സ്റ്റേറ്റ് ദ ഗവൺമെൻറ് മേക്സ് ആൻഡ് എക്സിക്യൂട്ട്സ് ലോ ആൻഡ് എൻഷുർ ജസ്റ്റിസ് ടു ദ പീപ്പിൾ. അതായത് ഒരു ഗവൺമെൻറ്റിൻ്റെ ഡ്യൂട്ടി എന്താ? രാഷ്ട്രത്തിന് വേണ്ടി നിയമങ്ങൾ നിർമ്മിക്കുകയും നടപ്പാക്കുകയും നീതി ഉറപ്പാക്കുകയും ചെയ്യുകയാണ്. ഓരോ ജനങ്ങൾക്കും ന്യായമായ രീതിയിൽ നിയമങ്ങളും നീതിയും ഒക്കെ ഉറപ്പാക്കുമ്പോഴാണ് ഒരു ശക്തമായ ഗവൺമെൻറ് ഉണ്ടാവുന്നത്. അതുപോലെ ഗവൺമെൻറ് എൻഷുർ ദ സെക്യൂരിറ്റി ആൻഡ് മേക്സ് ദ അവൈലബിൾ ഡിഫറെൻറ്റ് സർവീസസ് ടു ദ പീപ്പിൾ. അതുപോലെ തന്നെ ജനങ്ങൾക്ക് എന്തൊക്കെ കൊടുക്കണം? സുരക്ഷ ഉറപ്പാക്കണം. അതായത് പുറത്തുനിന്ന് വിദേശ ശക്തികളൊക്കെ ഓരോ സ്റ്റേറ്റിൽ വന്ന് ആക്രമിക്കുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ അതിനൊക്കെ ചെറുത്ത് അവിടെ ഒരു സുരക്ഷ കൊടുക്കണം. സ്റ്റേറ്റിൻ്റെ ഉള്ളിലുള്ള ജനങ്ങൾ പരസ്പരം അടിക്കാണ്ട് നോക്കണം. അതെല്ലാം ശ്രദ്ധിക്കേണ്ടത് ഒരു ഗവൺമെൻറ്റിൻ്റെ ഡ്യൂട്ടിയാണ്. അതുപോലെ വിവിധ സേവനങ്ങൾ ലഭ്യമാക്കുന്നതും ഗവൺമെൻറ്റാണ്. എല്ലാവിധ ജനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള എല്ലാവിധ സൗകര്യങ്ങളും, അതായത് ഫുഡ് ആയിക്കോട്ടെ, ഷെൽട്ടർ ആയിക്കോട്ടെ, ഹെൽത്ത് ആയിക്കോട്ടെ, എഡ്യൂക്കേഷൻ ആയിക്കോട്ടെ, ട്രാൻസ്പോർട്ട് ഫെസിലിറ്റി, ഇതിലെല്ലാം ഗവൺമെൻറ് നല്ലൊരു സപ്പോർട്ട് കൊടുക്കുകയും ചെയ്യണം. ഇതൊക്കെ ഗവൺമെൻറ്റിൻ്റെ ഡ്യൂട്ടിയാണ്. അതുകൊണ്ട് എന്ത് കുറ്റം ചെയ്താലും ആരാണെങ്കിലും അതിനനുയോജ്യമായ പണിഷ്മെൻറ്റ് എല്ലാവർക്കും ഒരു തുല്യതയോടുകൂടി കൊടുക്കുക. ഇതെല്ലാം നല്ലൊരു ഗവൺമെൻറ്റിൻ്റെ ഡ്യൂട്ടി തന്നെയാണ്. അടുത്തായിട്ട് നമുക്ക് പഠിക്കാം ഡിഫറെൻറ്റ് റെസ്പോൺസിബിലിറ്റീസ് ഓഫ് ദ ഗവൺമെൻറ്. ഓക്കെ, എന്തൊക്കെയാണെന്ന് നോക്കാം. മെയിൻറ്റെയിൻ ലോ ആൻഡ് ഓർഡർ. ക്രമസമാധാനം ഉറപ്പുവരുത്തുക. അതായത് ഒരു രാജ്യത്ത് അക്രമോ രാഷ്ട്രീയപരമായിട്ടോ അല്ലാത്ത രീതിയിലുള്ള അക്രമങ്ങളും കാര്യങ്ങളൊന്നും ഇല്ലാതെ ജനങ്ങൾക്ക് ഒരു ക്രമസമാധാനം ഉറപ്പുവരുത്തണം. ഇൻക്രീസ് എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ്. അതുപോലെ തൊഴിലവസരങ്ങൾ വർദ്ധിപ്പിക്കുക. പോപ്പുലേഷന് അനുപാതികമായിട്ടുള്ള തൊഴിൽ, അവർക്ക് ആവശ്യത്തിനുള്ള തൊഴിൽ അവർക്ക് കൊടുത്താൽ മാത്രമേ, കാരണം ആളുകളൊക്കെ എന്തെങ്കിലും തൊഴിൽ ചെയ്തെങ്കിൽ മാത്രമേ നമ്മുടെ രാജ്യത്തിന് ഒരു ഡെവലപ്മെൻറ്റ് ഉണ്ടാവുകയുള്ളൂ അല്ലേ? അപ്പോൾ തൊഴിലവസരങ്ങൾ കൊടുക്കുക. ഇംപ്ലിമെൻറ്റ് ഡെവലപ്മെൻറ്റൽ പ്രൊജക്റ്റ്. വികസന പദ്ധതികൾ നടപ്പാക്കുക. പല രീതിയിലുള്ള വികസന പദ്ധതികൾ. ഇപ്പോൾ നമുക്കറിയാം, നമ്മുടെ ഇപ്പോൾ ഇന്ത്യ തന്നെ എടുക്കുകയാണെങ്കിൽ ഇഷ്ടംപോലെ ട്രാൻസ്പോർട്ട് ഫെസിലിറ്റീസിലുള്ള ഡെവലപ്മെൻറ്റ്, അതുപോലെ തന്നെ
മീഡിയയിലോ വരുന്ന ചേഞ്ചസ്, അങ്ങനെ ഒത്തിരി ചേഞ്ചസ്, അതെല്ലാം രാജ്യത്തിൻ്റെ വികാസത്തിന് ഒരു പാർട്ടാണ്. ഇപ്പോൾ നമ്മുടെ മെട്രോ ലൈൻ ഒക്കെ അല്ലേ, ട്രാൻസ്പോർട്ട് ഫെസിലിറ്റിക്ക് എന്തുമാത്രം വളരെ ഫാസ്റ്റായിട്ട് ഇപ്പോൾ നമുക്ക് റോഡ് വേസ് ഉപയോഗിക്കുന്നതിൽ തന്നെ ഡിഫറെൻറ്റ് അതിൻ്റെ ഒരു വികസനമാണ് മെട്രോ റെയിലൊക്കെ വന്നിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള പല വികസനങ്ങൾ, പല ബ്രിഡ്ജസിൻ്റെ ഡെവലപ്മെൻറ്റ്, പുതിയ തരം റെയിൽസിൻ്റെ ഇംപ്ലിമെൻറ്റേഷൻ, ഇതെല്ലാം രാജ്യത്തിൻ്റെ വികസനത്തിന് ഒരു പാർട്ടാണ്. ഇങ്ങനെയുള്ള പല ഫെസിലിറ്റീസും ടൈംലി ഗവൺമെൻറ് ജനങ്ങളെ പ്രൊവൈഡ് ചെയ്യുക. അതുപോലെ നോക്കിയേ, മൊണാർക്കി ഗവൺമെൻറ് തന്നെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഗവൺമെൻറ് ഉണ്ട്. നോക്കിക്കേ, മൊണാർക്കി, ഡെസ്പോട്ടിക് റോൾ ആൻഡ് ഡെമോക്രസി എക്സെട്ര, ഡിഫറെൻറ്റ് ഫോംസ് ഓഫ് ഗവൺമെൻറ്. എന്താണ് ഈ മൊണാർക്കി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രാജ്യഭരണം അല്ലേ. അതായത് റോയൽ ഫാമിലീസ് അവിടെ ഇലക്ഷനും കാര്യങ്ങളൊന്നുമില്ല. ആ റോയൽ ഫാമിലീസിൽ നിന്ന് ആ ഫാമിലി മെമ്പേഴ്സാണ് ഓരോരുത്തരെയും ആരായിരിക്കണം രാജാവ്. ഇപ്പോൾ സൗദിയിലൊക്കെ അങ്ങനെയാണ്, രാജഭരണമാണ് അല്ലേ. അങ്ങനെയുള്ള ഗവൺമെൻറ്റിനെയാണ് എന്ത് പറയുക, മൊണാർക്കി എന്ന് പറയുന്നത്. ദെൻ ഡിസ്പോട്ടിക് റൂൾ, അതായത് മിലിറ്ററി ഭരണത്തോടുള്ള ഒരു മിലിറ്ററി ഭരണമുള്ള രാജ്യങ്ങളൊക്കെ, ഇപ്പോൾ നോർത്ത് കൊറിയ പോലെയുള്ള രാജ്യങ്ങളൊക്കെ മിലിറ്ററി ഭരണമാണ്. അങ്ങനെയുള്ള ഗവൺമെൻറ്, അങ്ങനെയുള്ള സംവിധാനങ്ങളുണ്ട്. അതുപോലെ ഡെമോക്രസി, നമുക്കറിയാം നമ്മുടെ ഇന്ത്യ ഡെമോക്രാറ്റിക് ഗവൺമെൻറ്റാണ്. അമേരിക്ക, ഇവിടെയൊക്കെ എന്താണ്, ജനങ്ങളാണ് എലക്ട് ചെയ്യുന്നത് അല്ലേ. ജനങ്ങൾ എലക്ട് ചെയ്താണ് റെപ്രസെൻറ്റേറ്റീവ്സിനെ തിരഞ്ഞെടുക്കുന്നത്. അങ്ങനെയുള്ള ഗവൺമെൻറ്റും ഉണ്ട്. അപ്പോൾ 3 ടൈപ്സ് ഓഫ് ഗവൺമെൻറ്, ഓരോ മൊണാർക്കി, ഡെസ്പോട്ടിക് റൂൾ ആൻഡ് ഡെമോക്രസി എക്സെട്ര ആർ ദ ഡിഫറെൻറ്റ് ഫോംസ് ഓഫ് ഗവൺമെൻറ്. എന്തൊക്കെയായിരുന്നു? രാജ്യഭരണം, സൈനിക ഭരണം, ജനാധിപത്യ ഭരണം എന്നിങ്ങനെ വിവിധ തരം ഗവൺമെൻറ്റുകളാണ് ഉള്ളത്. നോക്കി, ദ ഗവൺമെൻറ് മേ ചേഞ്ച് ഫ്രം ടൈം ടു ടൈം ബട്ട് സ്റ്റേറ്റ് റിമൈൻസ് പെർമനൻറ്റ്. ഗവൺമെൻറ് എപ്പോഴും മാറിക്കൊണ്ടേയിരിക്കും അല്ലേ. നമ്മുടെ രാജ്യത്ത് ഭരണം മാറി വരാറുണ്ട്. പക്ഷേ സ്റ്റേറ്റ് അവിടെ എപ്പോഴും, രാഷ്ട്രം എപ്പോഴും അവിടെ എന്തായിരിക്കും, സ്ഥിരമായിട്ട് തന്നെ ഉണ്ടാവും, പെർമനൻ്റ് ആയിരിക്കും. ഇനി നമുക്ക് നോക്കാം, കേരള ഈസ് നോട്ട് എ കൺട്രി. കേരള ഒരു രാഷ്ട്രമല്ല. എന്തുകൊണ്ടാണെന്ന് നോക്കി, കേരള ഹാസ് ഡെഫിനിറ്റ് ടെറിട്ടറി, പോപ്പുലേഷൻ ആൻഡ് ഗവൺമെൻറ്. കേരളയ്ക്ക് ഒരു ഫിക്സഡ് ടെറിട്ടറി ഉണ്ട്, ജനസംഖ്യ ഉണ്ട്, അതുകൊണ്ട് ഗവൺമെൻറ് എല്ലാം ഉണ്ട്. ബട്ട് ഇറ്റ് ഡസ് നോട്ട് ഹാവ് ദ പവർ ടു ടേക്ക് ഡിസിഷൻ ഓൺ ഓൾ ഇൻറ്റേർണൽ ആൻഡ് എക്സ്റ്റേണൽ മാറ്റേഴ്സ്. അതായത് ആഭ്യന്തരമായ കാര്യങ്ങൾ, ഇൻറ്റേർണൽ എക്സ്റ്റേണൽ കാര്യങ്ങളിൽ ഡിസിഷൻ എടുക്കാനുള്ള അവകാശം ആർക്കില്ല? കേരള ഗവൺമെൻറ്റിന് ഇല്ല. അതുകൊണ്ട് ഹെൻസ് കേരള കനോട്ട് ബി കൺസിഡേർഡ് ആസ് എ കൺട്രി. അതുകൊണ്ടാണ് കേരളത്തെ ഒരു രാജ്യമായി കരുതാതിരിക്കുന്നത്. ഓക്കെ, അത് നോട്ട് ചെയ്തോളുക. കൃത്യമായ ഭൂപ്രദേശം, ജനങ്ങളും ഗവൺമെൻറ്റും കേരളത്തിലുണ്ട്. എന്നാൽ ആഭ്യന്തരവും വൈദേശികവുമായ എല്ലാ വിഷയങ്ങളിലും തീരുമാനമെടുക്കാനുള്ള, അതായത് ഇൻറ്റേർണൽ ആൻഡ് എക്സ്റ്റേണൽ, കേരളത്തിൽ ഉള്ളിൽ നടക്കുന്ന കാര്യങ്ങൾക്കും പുറത്ത് നടക്കുന്ന എല്ലാ കാര്യങ്ങൾക്കും തീരുമാനമെടുക്കാനുള്ള അവകാശം ആർക്കില്ല? കേരള ഗവൺമെൻറ്റിനില്ല. അതുകൊണ്ട് തന്നെ കേരളത്തെ രാഷ്ട്രമായി കണക്കാക്കാൻ കഴിയില്ല. ഇനി നമുക്ക് നോക്കാം സോവർണിറ്റി, പരമാധികാരം എന്താണെന്ന് നോക്കാം. A state has right to take decision on national and international affairs independently without any external control. ഒരു പുറമേന്നൊരു ഫോഴ്സ് ഇല്ലാതെ ആ സ്റ്റേറ്റിന് ഇന്റേണൽ ആൻഡ് എക്സ്റ്റേണൽ, ഒരു രാജ്യത്തിൻ്റെ ഉള്ളിലുള്ള പ്രശ്നങ്ങൾക്കും പുറത്തുള്ള പ്രശ്നങ്ങൾക്കും തീരുമാനമെടുക്കാനുള്ള ഒരു അവകാശമുണ്ട്. അതിനെയാണ് സോവർണിറ്റി എന്ന് പറയുന്നത്. This supreme authority of state is called sovereignty. Sovereignty make a state different from other institution. ഈ പരമാധികാരമാണ് ബാക്കി എല്ലാ ഇൻസ്റ്റിറ്റ്യൂഷനേക്കാളും ഇതിനെ, രാഷ്ട്രത്തെ വ്യത്യസ്തമാക്കുന്നത്. നോക്കിയൊന്നോടെ, ബാഹ്യ നിയന്ത്രണങ്ങളില്ലാതെ ആഭ്യന്തര വിഷയങ്ങളിൽ തീരുമാനമെടുക്കാനും അതുപോലെ തന്നെ അന്തർദേശീയ വിഷയങ്ങളിൽ സ്വന്തമായിട്ട് നിലപാടെടുക്കാനും പൂർണ്ണമായ അധികാരം ആർക്കുണ്ട്? രാഷ്ട്രത്തിനുണ്ട്. ഇപ്പോൾ ഇന്ത്യ എടുക്കുകയാണെങ്കിൽ ഇന്ത്യ ഒരു സോവർണിറ്റി, പരമാധികാരമുള്ള സ്റ്റേറ്റ് ആണ് അല്ലേ ഇന്ത്യ. അതായത് ഇന്ത്യയുടെ അകത്തുള്ള എല്ലാ കാര്യങ്ങളും, ഇൻറ്റേർണൽ അഫയേഴ്സ്, ഇൻറ്റേർണൽ മാറ്റേഴ്സിലെല്ലാം ഡിസിഷൻ എടുക്കാനുള്ള കപ്പാസിറ്റി ആർക്കുണ്ട്? ഇന്ത്യ ഗവൺമെൻറ്റിന് അതിൻ്റെ റെസ്പോൺസിബിലിറ്റി, ആ ഒരു
പദവിയുണ്ട്. അതുപോലെ തന്നെ ഇന്ത്യക്ക് പുറത്ത് നടക്കുന്ന വിഷയങ്ങളിലും എക്സ്റ്റേണൽ വിഷയങ്ങളിലും കാര്യങ്ങൾ തീരുമാനമെടുക്കാനൊക്കെയുള്ള ഒരു റെസ്പോൺസിബിലിറ്റി അല്ലെങ്കിൽ ആ ഒരു ചുമതല ഇന്ത്യക്കുണ്ട്. അതുപോലെ രാഷ്ട്രത്തിൻ്റെ ഈ അധികാരം പരമാധികാരം എന്ന് അറിയപ്പെടുന്നു. രാഷ്ട്രത്തെ മറ്റ് സ്ഥാപനങ്ങളിൽ നിന്ന് മറ്റ് ഇൻസ്റ്റിറ്റ്യൂഷനുകളിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നതും എന്തു തന്നെയാണ്? ഈ പരമാധികാരം തന്നെയാണ്. അതുപോലെ ഒരു പരമാധികാരമുള്ള രാജ്യത്തിന് എന്തൊക്കെ ചെയ്യാൻ പറ്റും? ഇപ്പോൾ നമ്മുടെ രാജ്യമാണെങ്കിൽ തന്നെ നോക്കിക്കേ, അങ്ങനെ ഒരു സോവർണിറ്റി ഉണ്ടെങ്കിൽ വിലവർധന നിയന്ത്രിക്കാൻ സാധിക്കും. അതായത് ഇന്റേണൽ എക്സ്റ്റേണൽ കാര്യങ്ങൾ അവർക്ക് ഇടപെടാനായിട്ട്, അത്രയും രാജ്യങ്ങൾക്ക് ഇടപെടാനായിട്ട് സാധിക്കും. അതിനുള്ള അധികാരമുണ്ട്. നോക്കിയേ, വിലവർധന നിയന്ത്രിക്കാൻ ദേശീയ തലത്തിൽ ചർച്ചയ്ക്ക് അവർക്ക് അവകാശമുണ്ട്. അതുകൊണ്ട് നോക്കിയേ, ഒരു ഉദാഹരണം കൊടുത്തേക്കുന്നതാണ്, ഇന്ത്യ ബംഗ്ലാദേശ് അതിർത്തി കരാർ ഒപ്പുവെച്ചു. അതിനൊക്കെ ഉള്ള ഒരു അധികാരം സോവർണിറ്റി ആയിട്ടുള്ള രാജ്യങ്ങൾക്കുണ്ട്. പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ ഓഹരി വിറ്റഴിക്കും. അതുപോലെ കൃഷിയെ ലോക വ്യാപാര കരാറിൽ നിന്ന് ഒഴിവാക്കാൻ ഇന്ത്യ ആവശ്യപ്പെടും. ഇതിനുള്ള അധികാരം എന്തുകൊണ്ടാണ് ഇന്ത്യക്കുള്ളത്? സോവർണിറ്റി ഉണ്ട് അല്ലേ, പരമാധികാരമുണ്ട്. അതുകൊണ്ടാണ് ഇത്തരം കാര്യങ്ങളിൽ ഇടപെടാനായിട്ട് കഴിയുന്നത്. ഇനി നമുക്ക് നോക്കാം, സോവർണിറ്റി ഹാസ് 2 ഡയമെൻഷൻസ് ഉണ്ട്. ഇന്റേണൽ ആൻഡ് എക്സ്റ്റേണൽ ഡയമെൻഷൻസ് ഉണ്ട്. അതായത് പരമാധികാരത്തിന് 2 ആഭ്യന്തര തലം. അത് നമുക്ക് നോക്കാം, 1 by 1 ആയിട്ട് പഠിക്കാം. ഫസ്റ്റ് വൺ, ഇന്റേണൽ. Okay, the right to take decision on all matters which come within its territory. അതായത് രാജ്യത്തിൻ്റെ ഉള്ളിലുള്ള എല്ലാ കാര്യങ്ങളെയും കൺട്രോൾ ചെയ്യാനും ആവശ്യമുള്ള കാര്യങ്ങൾ ഇംപ്ലിമെൻ്റ് ചെയ്യാനുള്ള അധികാരം ആർക്കുണ്ട്? രാജ്യത്തിന്. പരമാധികാരമുള്ള ഒരു രാജ്യത്തിന് ഉണ്ട്. അതായത് ഇൻറ്റേർണൽ കാര്യങ്ങളിൽ, ഇൻറ്റേർണൽ മാറ്റേഴ്സിലും എക്സ്റ്റേണൽ മാറ്റേഴ്സിലും തീർപ്പ് കൽപ്പിക്കാനുള്ള അധികാരം ഇങ്ങനെയുള്ള രാജ്യങ്ങൾക്ക് ഉണ്ട്. ഭൂപ്രദേശ പരിധിക്കുള്ളിൽ എല്ലാ വിഷയത്തിനും തീരുമാനമെടുക്കാനുള്ള അധികാരം ഗവൺമെൻറ്റിനുണ്ട്. അതുപോലെ നെക്സ്റ്റ് നോക്കിക്കേ, എക്സ്റ്റേണൽ. ഓക്കെ, ഇൻറ്റേർണൽ ആൻഡ് എക്സ്റ്റേണൽ മാറ്റേഴ്സിൽ അധികാരമുണ്ട്. സോവർണിറ്റി, അതായത് പരമാധികാരമുള്ള ഒരു രാജ്യത്തിന് ദ റൈറ്റ് ടു ടേക്ക് ഇൻഡിപെൻഡൻറ്റ് ഡിസിഷൻ ഓൺ ഇൻ്റർനാഷണൽ ഇഷ്യൂസ്. അതായത് രാജ്യത്തിന് പുറത്തുള്ള പല കാര്യങ്ങളിലും, ഇപ്പം നമ്മൾ ഒരു എക്സാമ്പിളായിട്ട് നമ്മളിപ്പോൾ പറഞ്ഞു അല്ലേ, ഇന്ത്യ ബംഗ്ലാദേശ് അതിർത്തി കരാർ ഒപ്പുവെച്ചു. എന്തുകൊണ്ട്? അതെല്ലാം എക്സ്റ്റേണൽ മാറ്റേഴ്സാണ്. അതുപോലെ നോക്കിക്കേ, കൃഷിയെ ലോക വ്യാപാര കരാറിൽ നിന്ന് ഒഴിവാക്കാൻ ഇന്ത്യ ആവശ്യപ്പെടും. അത് എക്സ്റ്റേണൽ അധികാരങ്ങളൊക്കെ യൂട്ടിലൈസ് ചെയ്യാനുള്ള അധികാരം ഇന്ത്യക്കുണ്ട്. ഇന്ത്യക്കെന്നല്ല, പരമാധികാരമുള്ള ഏതൊരു രാജ്യത്തിനുമുണ്ട്. ക്ലിയർ ആണല്ലോ അല്ലേ? അതുപോലെ നമുക്ക് നോക്കാം, അന്തർദേശീയ വിഷയങ്ങളിൽ സ്വന്തമായ തീരുമാനമെടുക്കാനുള്ള അധികാരം. ഇത്രയും ഓർത്താൽ മതി. ഇൻറ്റേർണൽ ആൻഡ് എക്സ്റ്റേണൽ മാറ്റേഴ്സിൽ കാര്യങ്ങൾ ചെയ്യാനുള്ള അധികാരം സോവർണിറ്റി, പരമാധികാരമുള്ള രാജ്യത്തിനുണ്ട്. രാജ്യത്തിനകത്തുള്ള എന്ത് പ്രശ്നങ്ങളിൽ ഇടപെടാനും അതുപോലെ രാജ്യത്തിൻ്റെ പുറത്തുള്ള വിഷയങ്ങളിലും ചർച്ചകളും കാര്യങ്ങളും തീരുമാനമെടുക്കാനൊക്കെ അധികാരമുണ്ട് ഇത്തരം രാജ്യക്കാർക്ക്. ഇനി നമുക്ക് അടുത്തായിട്ട് പഠിക്കാനുള്ളത് എന്താ? ഫങ്ഷൻ ഓഫ് എ സ്റ്റേറ്റ് ആണ്. അതായത് രാഷ്ട്രത്തിൻ്റെ ചുമതല എന്തൊക്കെയാണെന്നുള്ളതാണ്. ദ വിഷൻ ഓഫ് വെസ്റ്റേൺ പൊളിറ്റിക്കൽ തിങ്കർ ജെറാമി ബെന്താം ഈസ് ഗിവൺ ബിലോ. ജെറാമി ബെന്തൻ്റെ ഒരു കാഴ്ചപ്പാടാണ് കൊടുത്തിരിക്കുന്നത്. വെൽഫെയർ ഓഫ് ദ പീപ്പിൾ ഇസ് ദ ഫങ്ഷൻ ഓഫ് ഓൾ സ്റ്റേറ്റ്. ഓക്കെ, അതായത് എന്താണ് ഏറ്റവും മെയിനായിട്ടുള്ളത്? ജനക്ഷേമമാണ്. എല്ലാ സ്റ്റേറ്റിൻ്റെയും ഒരു പരമാധികാരം എന്ന് പറയുന്നത്. അതായത് ജനക്ഷേമം അഥവാ പൊതു നന്മ എല്ലാ രാഷ്ട്രങ്ങളുടെയും എന്താണ്? ചുമതലയാണ്, മെയിനായിട്ടുള്ള ചുമതലയാണ്. അത് ആരുടെ കാഴ്ചപ്പാടാണ്? ജെറാമി ബെന്താമിൻ്റെ ഒരു കാഴ്ചപ്പാടാണ്. വെൽഫെയർ ഓഫ് ദ പീപ്പിൾ ഈസ് ദ ഫങ്ഷൻ ഓഫ് ഓൾ സ്റ്റേറ്റ്. മെയിൻ ഫങ്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ? ആ രാജ്യത്തിലെ ജനങ്ങളുടെ ക്ഷേമങ്ങളാണ്. ജനങ്ങൾക്ക് വേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കുകയാണ് ഒരു ഗവൺമെൻറ്റിൻ്റെ വൺ ഓഫ് ദ ഫങ്ഷൻ എന്ന് പറയുന്നത്. അത് തന്നെയാണ്. അതുപോലെ Greek philosopher like Plato and Aristotle considered the primary duty of a state is to provide better life to the citizen. പ്ലേറ്റോയുടെയും അരിസ്റ്റോട്ടലിൻ്റെയും കാഴ്ചപ്പാട് എന്തായിരുന്നു?
ആ രാജ്യത്തുള്ള സിറ്റിസൺസിന്, ആളുകൾക്ക് നല്ല മെച്ചപ്പെട്ട ടു പ്രൊവൈഡ് എ ബെറ്റർ ലൈഫ്, മെച്ചപ്പെട്ട ഒരു ജീവിതം പ്രദാനം ചെയ്യുക. ഇതായിരുന്നു അവരുടെ കാഴ്ചപ്പാട്. അവർക്ക് വേണ്ടുന്ന ഫുഡ്, അവർക്ക് വേണ്ടുന്ന ഷെൽട്ടർ, അവർക്ക് വേണ്ടുന്ന വീട്, പാർപ്പിടം, അതുപോലെ തന്നെ ട്രാൻസ്പോർട്ട് ഫെസിലിറ്റി, ഹെൽത്ത് മെയിൻറ്റെയിനിങ്, ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ഒരു ബെറ്റർ ലൈഫ് ജനങ്ങൾക്ക് കൊടുക്കുക എന്നതൊക്കെയായിരുന്നു ആരുടെ കാഴ്ചപ്പാട്? പ്ലേറ്റോ, അരിസ്റ്റോട്ടിൽ പറഞ്ഞ. അതിലുപരി സമാധാനപരമായിട്ടുള്ളൊരു അന്തരീക്ഷത്തിൽ ജനങ്ങൾ ജീവിക്കാനുള്ളൊരു അവസരം ഒരുക്കി കൊടുക്കുക. ഇതൊക്കെയാണ് ഒരു നല്ലൊരു സ്റ്റേറ്റിൽ നടക്കേണ്ട സംവിധാനങ്ങൾ. അതുകൊണ്ട് ദ ഗോൾ ഓഫ് സ്റ്റേറ്റ് ഈസ് ദ മാക്സിമം ഹാപ്പിനെസ് ഓഫ് ദ മാക്സിമം നമ്പർ. നോക്കിക്കേ, ഇതാര് പറഞ്ഞ? ജെറാമി ബെന്താമിൻ്റെ തന്നെ ഒരു വ്യൂ ആണ്. രാഷ്ട്രത്തിൻ്റെ ലക്ഷ്യം ഏറ്റവും കൂടുതൽ പേർക്ക് ഏറ്റവും കൂടുതൽ നന്മ ചെയ്യലാണ്, അല്ലേ? ഇങ്ങനെയുള്ള രാഷ്ട്രങ്ങളുണ്ടെങ്കിൽ അതിൽ ഡെവലപ്മെൻറ്റിന് വേറൊരു കാര്യമൊന്നും പ്രത്യേകിച്ച് ചെയ്തു കൊടുക്കണ്ട. അവിടെ സമാധാനപരമായ ഒരു അന്തരീക്ഷവും ജനങ്ങൾക്ക് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുകയാണെങ്കിൽ രാജ്യം പൊതുവെ ഡെവലപ്മെൻറ്റിലേക്ക്, അതായത് ഒരു ഡെവലപ്ഡ് നേഷനായിട്ട് മാറിക്കൊള്ളും എല്ലാം കൊണ്ടും. ഇനി നമുക്ക് നോക്കാം. ഫങ്ഷൻ വിച്ച് ഹാവ് ടു ഇംപ്ലിമെൻറ്റഡ് ബൈ ദ സ്റ്റേറ്റ് അറ്റ് ഓൾ ടൈംസ് അറ്റ് എനി കോസ്റ്റ് ആർ സെഡ് ടു ബി ഒബ്ലിഗേറ്ററി ഫങ്ഷൻസ്. അതായത് ഈ ഗവൺമെൻറ്റിൻ്റെ ഫങ്ഷൻ രണ്ട് തരം നിർബന്ധിത ഗവൺമെൻറ് ജനങ്ങൾക്ക് ചെയ്തു കൊടുക്കേണ്ട നിർബന്ധിതമായിട്ടുള്ള ചില കാര്യങ്ങളുണ്ട്. അതിനെയാണ് നമ്മൾ എന്ത് പറയുക? ഒബ്ലിഗേറ്ററി ഫങ്ഷൻസ് എന്ന് പറയുക. നമുക്ക് നോക്കാം അത് എന്തൊക്കെയാണെന്ന്. ദ ലൈഫ് ആൻഡ് പ്രോപ്പർട്ടി ഓഫ് ദ പീപ്പിൾ cannot be protected if the obligatory functions are not performed. അതായത് ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം കൊടുത്തെങ്കിലേ അവിടെ ഒബ്ലിഗേറ്ററി ഫങ്ഷൻ ഒരു പ്രോപ്പറായിട്ട് റൺ ചെയ്യുള്ളൂ. ഈ ചുമതലകൾ നിർവഹിക്കാത്ത പക്ഷം ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം ഉണ്ടാവുകയില്ല. അപ്പോൾ ഒബ്ലിഗേറ്ററി ഫങ്ഷൻ്റെ മെയിൻ ഡ്യൂട്ടി എന്താ? അതെ, ജനങ്ങൾക്കും ജനങ്ങളുടെ ജീവനും സ്വത്തിനും പ്രോപ്പർ പ്രൊട്ടക്ഷൻ കൊടുക്കുക എന്നതാണ് ഒബ്ലിഗേറ്ററി ഫങ്ഷൻ കൊണ്ട് ഉദ്ദേശിക്കുക. അതായത് ഗവൺമെൻറ് നിർബന്ധിതമായിട്ട് ചെയ്യേണ്ട കാര്യങ്ങളാണിത്. ഒബ്ലിഗേറ്ററി ഫങ്ഷൻ എന്ന് വെച്ചാൽ അതാണ്, നിർബന്ധമായിട്ട് ഗവൺമെൻറ് ജനങ്ങൾക്ക് ചെയ്തു കൊടുക്കേണ്ടതാണ്. ഒബ്ലിഗേറ്ററി ഫങ്ഷനിൽ മെയിനായിട്ട് പറയുന്നത് ഓരോ പൗരനും അവൻ്റെ ജീവനും സ്വത്തിനും പ്രൊട്ടക്ഷൻ കൊടുക്കുക എന്നുള്ളതാണ്. നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ബാക്കി ഒബ്ലിഗേറ്ററി ആൻഡ് ഡിസ്ക്രീറ്ററി ഫങ്ഷൻസ്. അതായത് നിർബന്ധിതമായിട്ട് ചെയ്തു കൊടുക്കേണ്ട കാര്യങ്ങൾ, അതുകൊണ്ട് വിവേചനപരമായിട്ട് ചെയ്തു കൊടുക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. എന്താണ് ഈ ഒബ്ലിഗേറ്ററി ഫങ്ഷൻ? നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു, അല്ലേ? ജനങ്ങളുടെ ജീവനും സ്വത്തിനുമാണ് മെയിനായിട്ട് പ്രൊട്ടക്ഷൻ കൊടുക്കേണ്ടത്. ഡിസ്ക്രീറ്ററി ഫങ്ഷൻ ഈ ഒബ്ലിഗേറ്ററി ഫങ്ഷനിൽ നിന്ന് എന്തുകൊണ്ടാണ് ഡിഫർ ആയിട്ടിരിക്കുന്നത്, അല്ലെങ്കിൽ എന്താണ് മെയിനായിട്ടുള്ള ഡിഫറൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അതായത് നമ്മുടെ ഓരോ ഗവൺമെൻറ്റിൻ്റെയും ഫിനാൻഷ്യൽ സിറ്റുവേഷൻ അനുസരിച്ച് ചെയ്യേണ്ട കുറേ കാര്യങ്ങളുണ്ട്. അവിടെ ഒരു നിർബന്ധമില്ല. ഗവൺമെൻറ്റിൻ്റെ ഫിനാൻഷ്യൽ സിറ്റുവേഷൻ അല്ലെങ്കിൽ ആ ഗവൺമെൻറ്റിൻ്റെ സാമ്പത്തിക സാഹചര്യങ്ങൾ ഉപയോഗിച്ച് ചെയ്യാം. അവർക്കതിൽ ഒരു ചേഞ്ചസ് വരുത്താനുള്ള ഒരു പ്രയോറിറ്റി ആർക്കുണ്ട്, അല്ലെങ്കിൽ അധികാരം ആർക്കുണ്ട്? ഗവൺമെൻറ്റിനുണ്ട്. നമുക്കൊന്ന് നോക്കാം എന്തൊക്കെയാണെന്ന്. പ്രൊട്ടക്ഷൻ ഓഫ് ബൗണ്ടറീസ് ഒബ്ലിഗേറ്ററി ഫങ്ഷൻസ് ആണ്. അതിർത്തി സംരക്ഷണം നിർബന്ധമായിട്ടും ചെയ്യണം, അല്ലേ? നമ്മൾ ജനങ്ങൾക്ക് സ്വത്തിനും ജീവനൊക്കെ പ്രൊട്ടക്ഷൻ കൊടുക്കണമെങ്കിൽ അതിർത്തി സംരക്ഷണം വേണം. മെയിൻറ്റെയിൻ ഇൻറ്റേർണൽ പീസ് ആഭ്യന്തര സമാധാനം. അതായത് ആ രാജ്യത്ത് സമാധാനപരമായിട്ട് ജീവിക്കാനുള്ളൊരു അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്യേണ്ടത് ആരുടെ ഡ്യൂട്ടിയാണ്? ഗവൺമെൻറ്റിൻ്റെ ഡ്യൂട്ടിയാണ്. പിന്നെ എന്തൊക്കെയാണെന്ന് നോക്കിക്കേ. ഒബ്ലിഗേറ്ററി ഫങ്ഷനിൽ പറയുന്നത് പ്രൊട്ടക്ഷൻ ഓഫ് റൈറ്റ് അവകാശ സംരക്ഷണം. ഓരോ പൗരനും അവന് ആ രാജ്യത്ത് അവകാശത്തോടു കൂടി റൈറ്റ് അവിടെ യാതൊരു തടസ്സങ്ങളും ഇല്ലാണ്ട് അവൻ്റെ എല്ലാ ഡ്യൂട്ടീസ് ചെയ്യാനായിട്ട് ഒരു അവകാശം അവന് കൊടുക്കണം. ഓക്കെ. ദെൻ ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് ജസ്റ്റിസ് നീതി നടപ്പാക്കാനായിട്ട്. ഓക്കെ. അവിടെ കറക്റ്റായിട്ട് നമ്മൾ നേരത്തെ പല ചാപ്റ്റേഴ്സിലും പഠിച്ചിരുന്നു, അല്ലേ? കാശുള്ളവനും കാശില്ലാത്തവനും പല നീതി, അല്ലെങ്കിൽ
എന്താ പറയുക, ഹൈ കാസ്റ്റ് ലോ കാസ്റ്റിന് വേറെ നീതി, അങ്ങനെ ആയിരിക്കരുത് ഒരു നല്ല ഗവൺമെൻറ്. നീതി എല്ലാവർക്കും ഈക്വലായിട്ട് നീതി നടപ്പാക്കുകയാണ് ഒരു നല്ല ഗവൺമെൻറ്റിൻ്റെ ഡ്യൂട്ടി. ഇതൊക്കെയാണ് ഒബ്ലിഗേറ്ററി ഫങ്ഷനിൽ പറയുന്നത്. ഒരു ഗവൺമെൻറ് നിർബന്ധമായിട്ട് ചെയ്യേണ്ട കാര്യങ്ങളാണ്. ഇനി നമുക്ക് നോക്കാം ഡിസ്ക്രീറ്ററി ഫങ്ഷൻസ്, അതായത് വിവേചനപരമായിട്ട് ചെയ്യേണ്ട കുറേ വിവേചനം കാണിക്കുക എന്നല്ല അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഗവൺമെൻറ്റിൻ്റെ ഫിനാൻഷ്യൽ ക്രൈറ്റീരിയ വെച്ചിട്ട് അല്ലെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ ഫിനാൻഷ്യൽ സപ്പോർട്ടോടു കൂടി ഇതിന് വേരിയേഷൻ, നല്ല ഖജനാവിൽ നല്ല പൈസ ഉണ്ടെങ്കിൽ അതനുസരിച്ച് ഡെവലപ്മെൻറ്റ് ചെയ്യാനും അതനുസരിച്ച് ജനങ്ങൾക്ക് ക്ഷേമങ്ങൾ ചെയ്യാനുമായിട്ട് ഗവൺമെൻറ്റിന് സാധിക്കാറുണ്ട്. ഇവിടെ നോക്കിയാൽ അത് എന്തൊക്കെയാണെന്ന് നോക്കാം. പ്രൊട്ടക്ഷൻ ഓഫ് ഹെൽത്ത്, ആരോഗ്യ സംരക്ഷണം നൽകുക. നമ്മുടെ ഇന്ത്യയിൽ അത് ഒരു നല്ല മറ്റ് സ്റ്റേറ്റിനെയൊക്കെ അപേക്ഷിച്ച് അല്ലെങ്കിൽ മറ്റ് രാഷ്ട്രത്തെയൊക്കെ അപേക്ഷിച്ച് ഇന്ത്യയിൽ ഹെൽത്തിന് വളരെ നല്ല പ്രയോറിറ്റി കൊടുക്കുന്ന ഒരു രാജ്യമാണ്. അതുകൊണ്ട് പ്രൊവൈഡ് എഡ്യൂക്കേഷൻ ഫെസിലിറ്റീസ്, ബെറ്റർ എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യുക. ഇതെല്ലാം ഒരു നല്ല ഗവൺമെൻറ്റിൻ്റെ ഭാഗമാണ്. അതുപോലെയോ നോക്കിയേ, ഇംപ്ലിമെൻറ്റ് വെൽഫെയർ പ്രോഗ്രാം, ക്ഷേമ പദ്ധതികൾ. ഇപ്പോൾ നമ്മുടെ നാട്ടിലാണെങ്കിലും പലതരം പെൻഷൻസ് ഉണ്ട് അല്ലേ. അതുകൊണ്ട് ലോ കാസ്റ്റിനൊക്കെ സ്കോളർഷിപ്പോടുകൂടി, വരുമാനം കുറവുള്ള ആളുകൾക്കും സ്കോളർഷിപ്പോടുകൂടി പഠിക്കാനും, എന്താ പറയുക, ഒരു 60 ഏജൊക്കെ കഴിഞ്ഞവർക്ക് പലതരം പെൻഷനെല്ലാം ഗവൺമെൻറ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അങ്ങനെ പലതരത്തിലുള്ള ക്ഷേമ പദ്ധതികൾ നടപ്പാക്കുക. പ്രൊവൈഡ് ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റീസ്, ഗതാഗത സൗകര്യം ഒരുക്കുക. ഇതൊക്കെ നല്ലൊരു ഗവൺമെൻറ്റിൻ്റെ ഡ്യൂട്ടീസാണ്. ഇനി നെക്സ്റ്റ് നമുക്ക് ഒറിജിൻ ഓഫ് സ്റ്റേറ്റ്. സ്റ്റേറ്റിൻ്റെ ഒറിജിൻ എങ്ങനെയാണ് നോക്കാം. കുറേ തിയറീസ് പലരും പറഞ്ഞിട്ടുണ്ട്, അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ദ തിയറീസ് ഓൺ ദ ഒറിജിൻ ഓഫ് സ്റ്റേറ്റ്, രാഷ്ട്ര രൂപീകരണത്തിനുള്ള സിദ്ധാന്തങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കി. ഡിവൈൻ റൈറ്റ് തിയറി, എന്താ ദൈവാന്ത സിദ്ധാന്തം എന്നാണ് പറയുന്നത്. എന്താ അതിൽ മെൻഷൻ ചെയ്തിരിക്കുന്നത് നോക്കി. സ്റ്റേറ്റ് ഈസ് ദ ക്രിയേഷൻ ഓഫ് ഗോഡ്, കിങ് ഈസ് ദ റെപ്രസെൻറ്റേറ്റീവ് ഓഫ് ഗോഡ്, കിങ് ഈസ് ആൻസറബിൾ ഓൺലി ടു ഗോഡ്. എന്തൊക്കെയാണ് പറഞ്ഞേക്കുന്നത്? ദൈവ സൃഷ്ടി, രാഷ്ട്രം എന്ന് പറയുന്നത് ദൈവ സൃഷ്ടിയാണ്. അതായത് സ്റ്റേറ്റിനെ കുറിച്ചുള്ള ഒരു നിർവചനമാണ്. രാജാവ് ദൈവത്തിൻ്റെ പ്രതിപുരുഷനാണെന്നും അതുപോലെ ദൈവത്തോട് മാത്രമേ രാജാവിന് കടപ്പാടുള്ളൂ. ഇതൊരു നല്ല തിയറി ആണോ? ഒരു ദൈവത്തോട് മാത്രം കടപ്പാട് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ രാജ്യം പ്രോപ്പറായിട്ട് ഫങ്ഷൻ ചെയ്യുമോ? ഇല്ല അല്ലേ. അപ്പോൾ ഇത് ഡിവൈൻ റൈറ്റ് ഓഫ് തിയറിയിൽ മെൻഷൻ ചെയ്തിരിക്കുന്നത് ആർക്കാണ് എക്സ്ട്രീം പവർ? ഗോഡിനാണെന്നാണ് പറയുന്നത്. ഓക്കെ, അടുത്ത തിയറി നോക്കിക്കേ, എവല്യൂഷൻ തിയറി, അതായത് പരിണാമ സിദ്ധാന്തം. ദ സ്റ്റേറ്റ് ഈസ് ദ പ്രൊഡക്റ്റ് ഓഫ് ഹിസ്റ്ററി, ഇറ്റ് വാസ് ഫോംഡ് ബൈ സോഷ്യൽ എവല്യൂഷൻ. അതായത് രാഷ്ട്രം എന്ന് പറയുന്നത് ചരിത്ര സൃഷ്ടിയാണ്. സാമൂഹ്യ പരിണാമ പ്രക്രിയയിലൂടെ ഫലമായിട്ടാണ് രാഷ്ട്രം രൂപം കൊണ്ടത്. ഇതൊരു നല്ല എവല്യൂഷൻ തിയറിയാണ്, നല്ലൊരു തിയറി എന്ന് പറയുന്നത്. ഓക്കെ, രാഷ്ട്രം ചരിത്രത്തിൻ്റെ സൃഷ്ടിയാണ്. നമ്മളുടെ എന്താ പറയുക, എവല്യൂഷൻ, ഓരോ പരിണാമം സംഭവിച്ചുകൊണ്ടിരിക്കുന്നതോറും നമ്മുടെ നിയമങ്ങളും കാര്യങ്ങളൊക്കെ ചേഞ്ച് ചെയ്യുന്നത് ഓരോ സംഭവ വികാസങ്ങൾ ഉണ്ടാകുമ്പോൾ അതിനനുസരിച്ചാണ്, അത് തരണം ചെയ്ത് രൂപപ്പെട്ടാണ് നമുക്ക് എന്താ ഒരു നല്ല സ്റ്റേറ്റ് ഉണ്ടാവുന്നത്. ഇനി നോക്കി, സോഷ്യൽ കോൺട്രാക്ട് തിയറി, സാമൂഹ്യ ഉടമ്പടി സിദ്ധാന്തം. ഇതിലെന്താ പറയുന്നത് നോക്കി, എങ്ങനെ സ്റ്റേറ്റിനെ കുറിച്ച് മെൻഷൻ ചെയ്യുക. State came into existence as a result of contract by the people and state was constituted for the fulfillment of human needs. എന്താ പറഞ്ഞിരിക്കുന്നത്? ജനങ്ങൾ രൂപം നൽകിയ ഒരു കരാറിലൂടെയാണ് രാഷ്ട്രം നിലവിൽ വന്നിരിക്കുന്നത്. വിഡ്ഢിത്തരമായിട്ടൊക്കെ തോന്നൂല്ലേ നമുക്കിത് കേൾക്കുമ്പോൾ? മനുഷ്യൻ്റെ ആവശ്യങ്ങൾ സാക്ഷാത്കരിക്കുന്നതിന് വേണ്ടി അവർ രാഷ്ട്രത്തിന് രൂപം കൊടുത്തു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇതിൽ ബെറ്റർ ആയിട്ടുള്ളൊരു സിദ്ധാന്തം, ഈ മൂന്നിലും ബെറ്റർ ആയിട്ടുള്ളൊരു സിദ്ധാന്തം ഏത് തന്നെയാണ്? എവല്യൂഷൻ തിയറിയാണ്. ഓക്കെ, അപ്പം മൂന്നും എന്താണെന്ന് അറിഞ്ഞിരിക്കണം. കാരണം എക്സാമിന് ഇതിൽ ഓരോന്നിലും എന്താണ് പറഞ്ഞിരിക്കുന്നതെന്ന് ചോദിച്ചാൽ അത് എഴുതണം. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് സ്റ്റേറ്റ് ആൻഡ് സിറ്റീസിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാം. ഇവിടെ നോക്കിയേ, ഒരു പാസ്പോർട്ടിൻ്റെ പിക്ചറാണ് കാണിച്ചിരിക്കുന്നത്. The picture of passport is given which is essential for an Indian citizen to travel outside India. അതായത്
നമുക്ക് പാസ്പോർട്ടിൽ ഇപ്പോൾ വിദേശ രാജ്യങ്ങളിലേക്കൊക്കെ പോകുന്നെങ്കിൽ പാസ്പോർട്ടിൽ നമ്മൾ ഇന്ത്യൻ സിറ്റിസൺ ആണെന്ന് അതിൽ മെൻഷൻ ചെയ്തിരിക്കണം. നാഷണാലിറ്റി ഈസ് റെക്കോർഡഡ് ഇൻ ബർത്ത് സർട്ടിഫിക്കറ്റ്, പാസ്പോർട്ട് എക്സെട്ര. ദിസ് റിവീൽ ദ സിറ്റിസൺഷിപ്പ് ഓഫ് ആൻ ഇൻഡിവിജ്വൽ. അതായത് ബർത്ത് സർട്ടിഫിക്കറ്റ്, പാസ്പോർട്ട്, ഇതിലെല്ലാം എന്ത് നമ്മൾ റിവീൽ ചെയ്തിരിക്കണം? നമ്മുടെ നാഷണാലിറ്റി, ഏത് സിറ്റിസൺ ആണ്. ഇന്ത്യൻ ആണെങ്കിൽ ഇന്ത്യൻ, അമേരിക്കൻ ആണെങ്കിൽ അമേരിക്കൻ, അങ്ങനെ പാസ്പോർട്ടിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടാവണം. അതുപോലെ നോക്കിയേ, ഇന്ത്യൻ പൗരന് രാജ്യത്തിന് പുറത്തേക്ക് സഞ്ചരിക്കാൻ എന്തൊക്കെ വേണം? അനിവാര്യമായ പാസ്പോർട്ടിൻ്റെ ചിത്രം വേണം. അതാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പാസ്പോർട്ട്, ജനന സർട്ടിഫിക്കറ്റ് തുടങ്ങിയവയിൽ ദേശീയത രേഖപ്പെടുത്താറുണ്ട്. ഒരു വ്യക്തിയുടെ പൗരത്വം ഏതാണെന്ന് ഇത് വ്യക്തമാക്കുന്നു. ഇനി നമുക്ക് നോക്കാം, സിറ്റിസൺഷിപ്പ് എന്ന് പറയുന്നത് എന്താണെന്ന് നോക്കിക്കേ. എ പേഴ്സൺ ഹു ഹാസ് റൈറ്റ് ടു പാർട്ടിസിപ്പേറ്റ് ഇൻ ലോ മേക്കിംഗ് പ്രൊസീജിയർ ആൻഡ് ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് ലോ ഇസ് കോൾഡ് സിറ്റിസൺ ഓഫ് ദ സ്റ്റേറ്റ്. ഇത് ആരുടെ വാക്കുക? അരിസ്റ്റോട്ടിൽ പറഞ്ഞിരിക്കുന്നതാണ്. എന്താ അരിസ്റ്റോട്ടിൽ പറഞ്ഞത്? ഒരു രാഷ്ട്രത്തിൻ്റെ നിയമനിർവഹണ നടപടികളിലും നീതി നിർവഹണത്തിലും പങ്കെടുക്കാൻ അധികാരമുള്ള ഏത് വ്യക്തിയെയും എന്ത് പറയാം? ആ രാഷ്ട്രത്തിൻ്റെ പൗരൻ എന്ന് നമുക്ക് വിശേഷിപ്പിക്കാം. നോക്കിയേ, സിറ്റിസൺഷിപ്പ് ഈസ് ദ ഫുൾ ആൻഡ് ഈക്വൽ മെമ്പർഷിപ്പ് ഇൻ എ നേഷൻ. എന്താ സിറ്റിസൺഷിപ്പ് എന്ന് പറഞ്ഞാൽ? ഒരു രാജ്യത്തിൻ്റെ പൂർണ്ണവും തുല്യവുമായ അംഗത്വത്തെയാണ് എന്ത് പറയുക? പൗരത്വം എന്ന് പറയുന്നത്. അതുപോലെ സിറ്റിസൺഷിപ്പ് ഇനേബിൾസ് എ പേഴ്സൺ ടു എക്സ്പീരിയൻസ് പൊളിറ്റിക്കൽ ആൻഡ് സിവിൽ റൈറ്റ്. എന്തൊക്കെയാണ്? പൗരത്വം ഒരു വ്യക്തിയെ രാഷ്ട്രീയ അവകാശങ്ങളും പൗരാവകാശങ്ങളും അനുവദിക്കാൻ പ്രാപ്തനാക്കുന്നു. അവിടെ അവന് സ്വതന്ത്രമായിട്ട് രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കാനുള്ള അവകാശമുണ്ട്, അതുപോലെ പൗരാവകാശങ്ങളുണ്ട്. ഒരു രാജ്യത്ത് ജീവിക്കണമെങ്കിൽ അവന് ആവശ്യമായ എല്ലാ അവകാശങ്ങളും നല്ല രീതിയിലുള്ളത്, വേറെയല്ല നമ്മൾ ഉദ്ദേശിക്കുന്ന പ്രോപ്പറായിട്ടുള്ള റൈറ്റ്സ് ആ പൗരന് അവിടെ ജീവിക്കാനായിട്ട് ഗവൺമെൻറ് അനുവദിച്ച് കൊടുക്കേണ്ടതാണ്. ഓക്കെ, അതുപോലെ നോക്കുക, ഇറ്റ് ഈസ് ക്ലിയർ ദാറ്റ് വൈൽ സ്റ്റേറ്റ് എൻഷുർ സർട്ടൻ റൈറ്റ്, സിറ്റിസൺ ഹാവ് സർട്ടൻ ഡ്യൂട്ടീസ് ടു പെർഫോം. ഇവിടെ നോക്കിക്കേ, സ്റ്റേറ്റ് നമുക്ക് കുറേ കാര്യങ്ങൾ ചെയ്തു തരുമ്പോൾ ആ സിറ്റിസണും ഓരോ പൗരനും ഡ്യൂട്ടി ഉണ്ട്. എന്താ? ആ സ്റ്റേറ്റിനോട് പ്രോപ്പറായിട്ടുള്ള കടമ നിർവഹിക്കുക എന്നൊരു ഡ്യൂട്ടിയും കൂടി അവർക്കുണ്ട്. രാഷ്ട്രം പൗരന് അവകാശങ്ങൾ ഉറപ്പു നൽകുമ്പോൾ തന്നെ എന്തു തന്നെയുണ്ട്? പൗരന് രാഷ്ട്രത്തോടും ചില കടമകൾ നിർവഹിക്കേണ്ടതായിട്ട് ഉണ്ട്. The concept of citizenship gained importance when democracy came into existence. അതായത് ഒരു ജനാധിപത്യ ഭരണം ഉണ്ടായപ്പോഴാണ് പൗരനും ഇമ്പോർട്ടൻസ് ഉണ്ടായത്, അല്ലേ? ജനാധിപത്യ വ്യവസ്ഥ നിലവിൽ വന്നതോടെയാണ് പൗരത്വം എന്ന ആശയത്തിന് കൂടുതൽ പ്രാധാന്യം ലഭിച്ചത്. അതുപോലെ തന്നെ ഇൻ ദ എക്സിക്യൂഷൻ ഓഫ് അഡ്മിനിസ്ട്രേഷൻ ഡെമോക്രസി എൻഷുർ ദ പാർട്ടിസിപ്പേഷൻ ഓഫ് ദ സിറ്റിസൺ ത്രൂ പൊളിറ്റിക്കൽ റൈറ്റ്സ്. എന്താന്ന് നോക്കിക്കേ, ജനാധിപത്യ വ്യവസ്ഥ ഭരണനിർവഹണത്തിൽ പൗരന്റെ പങ്കാളിത്തം രാഷ്ട്രീയ അവകാശങ്ങളിലൂടെ ഉറപ്പുവരുത്തുന്നു. അതാണ് എന്താ പറയുക, ഡെമോക്രസിയിൽ മെൻഷൻ ചെയ്യുന്ന എന്തൊക്കെയാണ്? ഭരണനിർവഹണത്തിൽ പൗരന്റെ പങ്കാളിത്തം ഇവിടെ ഉറപ്പുവരുത്തുകയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഓൺലി ദ സിറ്റിസൺ ക്യാൻ എൻജോയ് ദ പൊളിറ്റിക്കൽ റൈറ്റ്സ് ഓഫ് എ നേഷൻ. പൗരന് മാത്രമാണ് രാഷ്ട്രീയ അവകാശങ്ങൾ ലഭിക്കുക. അതായത് വിദേശികൾ വന്ന് നമ്മുടെ രാജ്യത്ത് ജീവിക്കുന്നുണ്ട്, പക്ഷെ അവർക്ക് വോട്ട് ചെയ്യാനുള്ള അവകാശം അങ്ങനെയൊക്കെ ഉണ്ടോ? ഇല്ല. അതായത് ഏത് രാജ്യത്തെ പൗരനാണോ ആ പൗരന് മാത്രമേ അവിടെ രാഷ്ട്രീയ അവകാശങ്ങൾ യൂസ് ചെയ്യാനുള്ള അവകാശമുള്ളൂ. അടുത്തായിട്ട് നമുക്ക് നോക്കാം പൊളിറ്റിക്കൽ റൈറ്റ്സ് അല്ലെങ്കിൽ രാഷ്ട്രീയ അവകാശങ്ങൾ എന്തൊക്കെയാന്ന് നോക്കിയേ. റൈറ്റ് ടു വോട്ട്, റൈറ്റ് ടു കോണ്ടസ്റ്റ് ഇൻ ഇലക്ഷൻ, റൈറ്റ് ടു ഫോം ഓർഗനൈസേഷൻ, അതുപോലെയോ റൈറ്റ് ടു ക്രിട്ടിസൈസ് ഗവൺമെന്റിനെ ക്രിട്ടിസൈസ് ചെയ്യാനുള്ള അവകാശവുമുണ്ട്. ദ റൈറ്റ് ടു ഹോൾഡ് പബ്ലിക് ഓഫീസ് എക്സെട്ര ആർ പൊളിറ്റിക്കൽ റൈറ്റ്സ്. എന്തൊക്കെയാണ്? വോട്ട് ചെയ്യാനുള്ള അവകാശം, പിന്നെയോ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാനുള്ള അവകാശമുണ്ട്, അല്ലേ? അതുപോലെ സംഘടനകൾ രൂപീകരിക്കാനുള്ള അവകാശമുണ്ട്, ഗവൺമെന്റിനെ വിമർശിക്കാനുള്ള അവകാശമുണ്ട്, ഔദ്യോഗിക സ്ഥാനങ്ങൾ വഹിക്കാനുള്ള
അവകാശവും ഉണ്ട്. ഇതാണ് പൊളിറ്റിക്കൽ റൈറ്റ്സ് പറയുന്നത്. ഈ എല്ലാ അവകാശങ്ങളും കൂടി കൂടുന്നതിനെയാണ് രാഷ്ട്രീയ അവകാശങ്ങൾ എന്ന് പറയുന്നത്. അതുപോലെ there are 2 types of citizenship. 2 തരം സിറ്റിസൺഷിപ്സ് ഉണ്ട്. എന്താ? നാച്ചുറൽ സിറ്റിസൺഷിപ്പ് ആൻഡ് അക്വയർഡ് സിറ്റിസൺഷിപ്പ്. എന്താ? സ്വാഭാവിക പൗരത്വം, അതായത് ഇന്ത്യയിൽ ജനിച്ച് വളർന്ന് ഇവിടുത്തെ എല്ലാ രാഷ്ട്രീയ സംരക്ഷണവും റൈറ്റ്സും ഉപയോഗിക്കുന്ന ആളെയാണ് നാച്ചുറൽ സിറ്റിസൺഷിപ്പ് എന്ന് പറയുന്നത്. അക്വയർഡ് സിറ്റിസൺഷിപ്പ്, നമ്മളിപ്പോൾ വിദേശ രാജ്യങ്ങളിലൊക്കെ പോയി നമ്മളത് അവിടുത്തെ സിറ്റിസൺഷിപ്പ് ആർജിച്ചെടുക്കുകയാണ്. അവരുടെ ലോസ് ആൻഡ് റെഗുലേഷൻസ് എല്ലാം നമ്മൾ പാലിച്ച് അവിടുത്തെ സിറ്റിസൺഷിപ്പ് നമ്മൾ നേടിയെടുക്കുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുക? അക്വയർഡ് സിറ്റിസൺഷിപ്പ് എന്ന് പറയുന്നത്. നമുക്ക് നോക്കാം. നാച്ചുറൽ സിറ്റിസൺഷിപ്പ്, സ്വാഭാവിക പൗരത്വം. ഓക്കെ, സിറ്റിസൺഷിപ്പ് ബൈ ബർത്ത് ഈസ് നാച്ചുറൽ സിറ്റിസൺഷിപ്പ്. ജന്മനാ ലഭിക്കുന്ന ഒരു പൗരത്വമാണ് നാച്ചുറൽ. ഇപ്പം നമ്മൾ ഇവിടെ ഇന്ത്യയിൽ ജനിക്കുകയാണെങ്കിൽ ഇന്ത്യൻ സിറ്റിസൺഷിപ്പാണ് ലഭിക്കുക. ആൻഡ് വെൻ എ പേഴ്സൺ അക്വയർ സിറ്റിസൺഷിപ്പ് ഓൺ ദ ബേസിസ് ഓഫ് ലീഗൽ പ്രൊസീജിയർ ഓഫ് എ നേഷൻ, ഇറ്റ് ഈസ് അക്വയർഡ് സിറ്റിസൺഷിപ്പ്. അതായത് ആർജിച്ചെടുക്കുന്ന സിറ്റിസൺഷിപ്പിനെയാണ് നമ്മൾ എന്ത് പറയുക? അക്വയർഡ് സിറ്റിസൺഷിപ്പ് എന്ന് പറയാം. അതായത് വിദേശ രാജ്യങ്ങളിൽ പോയി അവിടുത്തെ നിയമങ്ങളെല്ലാം നമ്മൾ പാലിച്ച് അവിടെ ഇത്രയും വർഷം നമ്മൾ ജീവിക്കുകയാണെങ്കിൽ അങ്ങനെ നമ്മൾക്ക് കിട്ടുന്ന ഒരു സിറ്റിസൺഷിപ്പിനെയാണ് അക്വയർഡ് സിറ്റിസൺഷിപ്പ് എന്ന് പറയുന്നത്. ഒരു രാജ്യത്ത് നിലവിലുള്ള നിയമാനുസൃത നടപടിക്രമങ്ങൾ പാലിച്ചുകൊണ്ട് ഒരാൾ നേടുന്ന പൗരത്വത്തെയാണ് നമ്മൾ എന്ത് പറയുക? ആർജിത പൗരത്വം എന്ന് പറയുന്നത്. ഇനി നോക്കിക്കേ, നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് പൊളിറ്റിക്കൽ സയൻസിനെ കുറിച്ചാണ്. എന്താ അരിസ്റ്റോട്ടിൽ പൊളിറ്റിക്കൽ സയൻസിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്? ഇറ്റ് ഈസ് ദ സ്റ്റഡി ഓഫ് സ്റ്റേറ്റ് ആൻഡ് ഗവൺമെൻറ്. പൊളിറ്റിക്കൽ സയൻസ് എന്ന് പറയുന്നത് സ്റ്റേറ്റിനെ ഗവൺമെൻറ്റിനെ കുറിച്ചുള്ള പഠനത്തെയാണെന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഫാദർ ഓഫ് പൊളിറ്റിക്കൽ സയൻസ് എന്ന് വിശേഷിപ്പിക്കുന്ന ആരെയാണ്? അരിസ്റ്റോട്ടിലാണ്, മറന്നുപോയത് കേട്ടോ. രാഷ്ട്രത്തെക്കുറിച്ചും ഗവൺമെൻറ്റിനെ കുറിച്ചുമുള്ള പഠനമാണ് രാഷ്ട്രതന്ത്ര ശാസ്ത്രം എന്ന് പറഞ്ഞത് ആരാ? അരിസ്റ്റോട്ടിലാണ്. നോക്കിയേ, അക്കോർഡിംഗ് ടു ദ ഡെഫിനിഷൻ ഓഫ് അരിസ്റ്റോട്ടിൽ, പൊളിറ്റിക്കൽ സയൻസ് ഇസ് ദ സ്റ്റഡി ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ ലൈക്ക് സ്റ്റേറ്റ് ആൻഡ് ഗവൺമെൻറ്. അരിസ്റ്റോട്ടിൽ ഗവ് ദ നെയിം പൊളിറ്റിക്സ് ടു ഹിസ് ബുക്ക് ഡീലിംഗ് വിത്ത് പൊളിറ്റിക്കൽ ഇഷ്യൂസ്. അദ്ദേഹത്തിൻ്റെ ഇപ്പോൾ നമ്മൾ പറഞ്ഞു സ്റ്റേറ്റിനെ ഗവൺമെൻറ്റിനെ കുറിച്ചുള്ള പഠനത്തെയാണ് പൊളിറ്റിക്കൽ സയൻസ് എന്ന് അദ്ദേഹം വിശേഷിപ്പിച്ചത്. അതുപോലെ തന്നെ പൊളിറ്റിക്സ് രാഷ്ട്രീയ വിഷയങ്ങൾ ചർച്ച ചെയ്യുന്ന തൻ്റെ കൃതിക്ക് അദ്ദേഹം പേരിട്ടത് എന്തായിരുന്നു? പൊളിറ്റിക്സ് എന്ന് പേര് നൽകി. അതുപോലെ തന്നെ രാഷ്ട്രത്തെ സമഗ്രമായി വിശകലനം ചെയ്ത ആദ്യത്തെ കൃതിയായിരുന്നു അത്. കൃതിയുടെ പേര് മറന്നു പോകരുത്, പൊളിറ്റിക്സ്. ഓക്കെ, ഡീലിംഗ് വിത്ത് ദ പൊളിറ്റിക്കൽ ഇഷ്യൂസ്. ആ ബുക്കിൽ മെയിനായിട്ട് ഡീൽ ചെയ്തിരിക്കുന്നത് പൊളിറ്റിക്കൽ ഇഷ്യൂസ് ആണ്. അതുകൊണ്ട് ഫാദർ ഓഫ് പൊളിറ്റിക്കൽ സയൻസ് എന്ന് പറയുന്നതും ആരാണ്? അരിസ്റ്റോട്ടിലാണ്. ഓക്കെ, നോക്കിയേ, ഇനി പൊളിറ്റിക്കൽ സയൻസ് അഥവാ രാഷ്ട്രതന്ത്ര ശാസ്ത്രം എന്തിൻ്റെയൊക്കെ ഭാഗമായിട്ട് വരുന്നുണ്ട്? പൊളിറ്റിക്കൽ തിയറീസ്. ഇതിൽ രാഷ്ട്രീയ സിദ്ധാന്തങ്ങളെക്കുറിച്ച് ഡീൽ ചെയ്യുന്നുണ്ട്. പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ, പൊതുഭരണത്തെക്കുറിച്ച് പറയുന്നുണ്ട്. ഇൻറ്റേർണൽ പൊളിറ്റിക്സ്, പൊതുഭരണം, അതായത് സ്റ്റേറ്റിൻ്റെ ഉള്ളിൽ നടക്കുന്ന കാര്യങ്ങളിലൊക്കെ ഡീൽ ചെയ്യുന്നതിനെയാണ് ഇൻറ്റേർണൽ പൊളിറ്റിക്സ്. അതുകൊണ്ട് കമ്പാരറ്റീവ് പൊളിറ്റിക്സ്, താരതമ്യ രാഷ്ട്രീയം, വേറെ രാഷ്ട്രീയം താരതമ്യം ചെയ്ത് കമ്പാരിറ്റീവ് സ്റ്റഡി ചെയ്യാനുള്ള ഇതും എന്തിലുണ്ട്? പൊളിറ്റിക്കൽ സയൻസിൽ ഉണ്ട്. ഇതെല്ലാ ബ്രാഞ്ചസും, അതായത് ഇത്തരം സ്റ്റഡീസും കൂടി എന്തിൻ്റെ പാർട്ടാണ്? പൊളിറ്റിക്കൽ സയൻസിൻ്റെ പാർട്ടാണ്. അപ്പോൾ ടീച്ചർ ഇന്നെടുത്ത പോർഷൻസ് എല്ലാം കൃത്യമായിട്ട് മനസ്സിലായെന്ന് കരുതുന്നു. അപ്പോൾ എന്തൊക്കെയാണ് നമ്മളിന്ന് പഠിച്ചത്? ഒന്ന് സമ്മപ്പ് ചെയ്ത് നോക്കിക്കേ. അതെ, സ്റ്റേറ്റിനെ കുറിച്ച് പഠിച്ചു അല്ലേ? അതുകൊണ്ട് ഫങ്ഷൻ ഓഫ് സ്റ്റേറ്റ്, ഒറിജിൻ ഓഫ് സ്റ്റേറ്റ് പഠിച്ചു, സ്റ്റേറ്റ് ആൻഡ് സിറ്റിസൺ പഠിച്ചു, പൊളിറ്റിക്കൽ സയൻസിനെ കുറിച്ചൊക്കെ നമ്മൾ പഠിച്ചു. അതുകൊണ്ട് ഫങ്ഷൻ ഓഫ് സ്റ്റേറ്റിൽ 2 ടൈപ്സ് ഓഫ് ഫങ്ഷൻസ് ഉണ്ടെന്ന് പഠിച്ചു. ഒബ്ലിഗേറ്ററി ആൻഡ് ഡിസ്ക്രിമിനേറ്ററി ഫങ്ഷനെ കുറിച്ച് പഠിച്ചു. അതുപോലെ ഒറിജിൻ ഓഫ് സ്റ്റേറ്റിൽ 4 ഡിഫറെൻറ്റ് തിയറീസ് ഉണ്ട്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയത് ഏതാണെന്ന് പറഞ്ഞേ? എവല്യൂഷണറി തിയറിയാണ്. പക്ഷേ ബാക്കി 3 തിയറിയും അറിഞ്ഞിരിക്കണം. ഓക്കെ, എക്സാമിന് അതിലെന്താ മെൻഷൻ ചെയ്തതെന്ന് ചോദിച്ചാൽ കൃത്യമായിട്ട് ആൻസർ ചെയ്യണം. ഇതെല്ലാം കറക്റ്റായി മനസ്സിലായെന്ന് വിചാരിക്കുന്നു.
എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഒന്ന് റീവൈൻഡ് ചെയ്തിട്ട് ഒന്നുകൂടെ ക്ലാസ് കാണുക. വീണ്ടും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ഇട്ടാൽ മതി. ടീച്ചർ ടൈംലി അത് ക്ലിയർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ടീച്ചർ ഇന്നെടുത്ത പോർഷൻസ് എല്ലാം റെഫർ ചെയ്തിരിക്കുന്നത് നമ്മുടെ എക്സാം പോയിന്റിൽ നിന്നാണ്. നിങ്ങൾക്കറിയാവുന്ന പോലെ 10th ബോർഡ് എക്സാമിന് ചോദിക്കുന്ന എല്ലാ ടൈപ്പിലുള്ള ക്വസ്റ്റ്യൻസും എക്സാം പോയിന്റിലുണ്ട്. വളരെ സിംപ്ലിഫൈഡ് ഫോമിലാണ് ഈ ക്വസ്റ്റ്യൻസ് എല്ലാം ആൻസർ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് ലാസ്റ്റ് 5 years ബോർഡ് എക്സാമിന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസും അതിൻ്റെ ആൻസേഴ്സ് എല്ലാം ഇതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ടീച്ചർ ഇന്നത്തെ സെക്ഷൻ വൈൻഡ് അപ്പ് ചെയ്യാണ്. താങ്ക് യു.